അസ്സലാമലൈക്കും. അങ്ങനെ പെരുന്നാളായി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു സൺഡേ പെരുന്നാളാവുന്നു. 30 നോമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായത്. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് മുതൽ ഏർലി മോർണിംഗ് പ്രെയറും ഒരു സിമ്പിൾ ഹോം സെലിബ്രേഷനും പിന്നെ നെക്സ്റ്റ് ഉള്ള ചെറിയൊരു ട്രിപ്പും, ഇങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ വ്ളോഗിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മൾ കൂടുതലും പാർക്കിൽ വന്നിട്ടാണ് നോമ്പ് തുറക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വരും, എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കും. ഈ ലാസ്റ്റ് വീക്ക് എല്ലാ ഡേയ്സും നമ്മൾ പാർക്കിൽ വന്നിട്ട് തന്നെ നോമ്പ് തുറന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നാളെ പെരുന്നാളാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നിരുന്നപ്പോഴത്തേക്കാണ് നാളെ പെരുന്നാളാണെന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടത്. പിന്നെ എല്ലാം മാറി. അധികം ടൈമൊന്നും അവിടെ വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ നേരെ വിട്ടു. കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യുക്ക് ഗ്രോസറി റണ്ണും. മൺഡേ ആയിരുന്നു പെരുന്നാളെങ്കിൽ ഒരു ദിവസം കൂടെ ലീവ് ഇട്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇപ്പം നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ ട്യൂസ്ഡേ വരെ ലീവുള്ളൂ. ഒരു ദിവസത്തെ ലീവ് പോയി. അങ്ങനെ റൂമിൽ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിച്ചു, ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വെച്ചു. നല്ല ലേറ്റ് ആയെങ്കിലും കുറച്ച് ടൈം ഞാൻ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് എടുത്ത്. മൈലാഞ്ചി ഇടാണ്ട് ഈദ് ലുക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെയാണ് അല്ലേ? നല്ലോണം ലേറ്റ് ആവുകയും ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഹെന്നാക്കോൺ എനിക്ക് ചെറിയൊരു പണിയും തന്നു. കുറേ കാലമായിട്ട് ഇത്ര പണി തരുന്ന ഹെന്നാക്കോൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ലാസ്റ്റ് ടൈം മൈലാഞ്ചി ഇട്ടിട്ട് അത് സ്റ്റെയിൻ വരാത്ത പ്രോബ്ലം ആയിരുന്നു. ഈ പ്രാവശ്യം ഇടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ഹെന്നാക്കോൺ പോലെ ഇത് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡിൽ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി. അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് ശരിയായി. അങ്ങനെ ഞാൻ റൈറ്റ് ഹാൻഡിലും അപ്ലൈ ചെയ്യാണ്. റൈറ്റ് ഹാൻഡിൽ ഇടുക എന്നുള്ളത് എപ്പോഴും കുറച്ചൊരു ട്രിക്കിയാണെങ്കിലും ഫുൾ ഈദ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് മിസ് ഔട്ട് ചെയ്തില്ല. ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് എൻ്റെ ഹെന്ന സ്റ്റെയിൻ ഇപ്പോൾ ഉള്ളത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡീപ്പ് സ്റ്റെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ഇയർ പണി കിട്ടിയോണ്ട് തന്നെ ഇപ്പം ഞാൻ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ദിവസം മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ സ്റ്റെയിൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഡാർക്ക് സ്റ്റെയിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇതാണ് എൻ്റെ ഏത് ഡ്രസ്സ്. ഞാൻ പൊതുവേ അധികം ആക്സസറീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇന്നൊരു ഫെസ്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബാംഗിൾസും പിന്നെ കുറച്ച് വലിയൊരു സ്റ്റെഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6:20 ഇവിടെ നിസ്കാരമുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല നേരത്തെ എണീറ്റു. 2 hours സ്ലീപ്പേ മാക്സിമം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 6:20 ആണെങ്കിലും നേരത്തെ തന്നെ പോകണം. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ നല്ല പണിയാണ്. പിന്നെ നല്ല ട്രാഫിക്കും ഉണ്ടാവും. ഈദ്ഗാവും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ? കുറേ ആൾക്കാർ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൊക്കെ ചെയ്ത് ഒരു പ്രത്യേക രസമാണ്. നമ്മൾ മലയാളം ഈദ്ഗാഹിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ചെറിയ വൈബും കൂടെ കിട്ടും. പിന്നെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഈദ്ഗാഹിൽ നമ്മൾ നേരെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പെരുന്നാളിന് വിട്ടുവിടാൻ പറ്റാത്ത ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോ എടുക്കലിലേക്കാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് റൂമിലെത്താൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഫെസ്റ്റീവ് ടച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ ഇതിനും ഫ്രഷ് ആൻഡ് ഫെസ്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിടും അല്ലേ? അതുപോലെ തന്നെ എനിക്ക് ന്യൂ ബെഡ്ഷീറ്റ് ഇടാനും ഇഷ്ടമാണ്. ന്യൂ ബെഡ്ഷീറ്റൊക്കെ ഇടുന്ന സമയത്ത് റൂം ഫുൾ ഒരു ഫ്രഷ് ലുക്കാണ് കിട്ടുക. പിന്നെ ആ ഡേ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. രാത്രി മൈലാഞ്ചി ഇട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് ഫുള്ള് മൈലാഞ്ചി ഡ്രൈ ആയിട്ട് വീണിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈദ് ഡേ മോർണിംഗിലാണ് അധികവും ബെഡ്ഷീറ്റ് മാറ്റാറുള്ളത്. പെരുന്നാളിന് എന്തെങ്കിലും ഒരു സ്വീറ്റ് നിർബന്ധമാണല്ലോ. അപ്പം ഞാൻ കുറച്ച് അറബിക് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരാനും പോകാനും കൂടുതൽ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അറബിക് സ്വീറ്റ്സ് വാങ്ങി. പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഡെസേർട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലാവുമ്പോൾ നിർബന്ധമായിട്ടും പായസം ഉണ്ടാക്കും. വരുന്ന ഗസ്റ്റിനൊക്കെ കുറച്ച് പായസം കൊടുക്കും. നമ്മളെല്ലാ വീട്ടിലും പോയിട്ട് കുറച്ച് പായസം കുടിക്കും. അങ്ങനെ അതൊരു വൈബാണ് നാട്ടിൽ. ഈദ്ഗാഹിലൊക്കെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എല്ലാ വീട്ടിലും പോയാലും കുറച്ച് പായസം കുടിക്കും. ലാസ്റ്റ് അന്ന് ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വിധം സൈഡായിട്ടുണ്ടാവും. കുറേ മധുരമൊക്കെ കുടിച്ചിട്ട് ഉറങ്ങാനുള്ള മൂഡിലാണ് ഉണ്ടാവുക. ഇവിടുന്ന് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ജസ്റ്റ് നമ്മൾ തന്നെ ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, നമ്മൾ തന്നെ കഴിക്കും, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു ഡെസേർട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കും കഴിക്കാമല്ലോ. സാധാരണ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി വെക്കാറ് തലേന്ന് നൈറ്റ് തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തീരെ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആരും ഇന്ന് വരാനും ഇല്ല, അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല, ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യം ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചോറിൻ്റെ പണിയിലേക്ക് പോവാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് റൂമിലെത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടൈമൊന്നും ഇതിൽ ഞാൻ കൊടുക്കുന്നില്ല. ഈ പണി കഴിഞ്ഞിട്ട് വേണം വേഗം ചോറിൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ബ്രെഡ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് അധികമൊന്നും അതിന് സെറ്റ് ചെയ്യാനൊന്നും ടൈം കൊടുക്കണ്ടാത്ത ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കി ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡെസേർട്ട് തന്നെ ആയിരിക്കും ഇത്. കാരണം ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് ബ്രെഡ് സ്ലൈസസ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിൽ വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കസ്റ്റർഡ് ഒഴിക്കുക. കസ്റ്റർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ബ്രെഡ് കൊണ്ട് ലെയർ ചെയ്യുക. അതിൻ്റെ മുകളിൽ ഞാൻ ഫ്രഷ് ക്രീമാണ് ഇടുന്നത്. കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ബ്രെഡ് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുനാഫ ഡോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും പിന്നെ റോസ് പെറ്റൽസും ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് പ്രെപ്പ് ടൈമാണ്. ആസ് യൂഷ്വൽ ഈദിന് ബിരിയാണി തന്നെയാണ് കേട്ടോ. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ് ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ. ഈ ഈദിന് ലഞ്ചിന് നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സാധാരണ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ലഞ്ചിനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രദർ ഇൻ ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് നമ്മൾ തന്നെ ഉള്ളൂ, നമ്മൾ മാത്രമുള്ള ചെറിയൊരു സെലിബ്രേഷനാണ്. ഇവിടുത്തെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ന്യൂ ഡ്രസ്സ് ഇടുക, ഈദ്ഗാഹിൽ പോവുക, ബിരിയാണി കഴിക്കുക, റിലേറ്റീവ്സിനെയൊക്കെ വിളിക്കാം, അത്രയൊക്കെ തന്നെയുള്ളൂ. നാട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും, റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, റിലേറ്റീവ്സ് നമ്മളെ വന്നിട്ട് വിസിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. എല്ലാ സ്ഥലത്തും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വേ ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഈദിൻ്റെ ഫീലിംഗ് ഒന്ന് സ്പെഷ്യൽ തന്നെയാണ്. ഞാൻ നാട്ടിൽ ഈദ് സെലിബ്രേറ്റ് ചെയ്തതിനെക്കാട്ട് കൂടുതൽ ഇവിടെ തന്നെയാണ് ഈദ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ മാത്രമുള്ള ചെറിയൊരു സെലിബ്രേഷൻ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. പിന്നെ അന്ന് ഉപ്പൻ്റെ കുറച്ച് റിലേറ്റീവ്സും കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യും. നമ്മൾ അവരുടെ കൂടെ ലോങ് ട്രിപ്പിന് പോയ ഓർമ്മകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ എല്ലാ ഈദിനും ഉപ്പയ്ക്ക് ലീവ് ഉണ്ടാവണമെന്നില്ല. ചില ഈദിനൊക്കെ ഉപ്പയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവും. കോയിൻസിഡൻസിൽ ലീവുള്ള ദിവസം ഈദായാൽ നമ്മൾ രക്ഷപ്പെട്ട്, അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഞാനൊരു +2 ഒക്കെ എത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഞാൻ നാട്ടിലെ പെരുന്നാൾ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കൂടുതലും പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മാൻ്റെ തറവാട്ടിൽ പോകാറുണ്ടായിരുന്നു. അവിടെ തറവാട്ടിൽ എല്ലാവരും ഉണ്ടാവും. ഉമ്മൻ്റെ അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അവിടുന്ന് പെരുന്നാൾ പൈസ തരും. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അറിയുന്നത്. പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് കുട്ടികൾക്ക് ഇങ്ങനെ പൈസ കൊടുക്കുമല്ലോ, നമ്മളവിടെ അതിന് പെരുന്നാൾ പൈസ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അത് അപ്പോഴാണ് കാണുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ മുന്നേ ഒന്നും ഇങ്ങനെ കുറേ ആൾക്കാർ റിലേറ്റീവ്സിൻ്റെ കൂടെ ഒന്നും പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ പെരുന്നാൾ പൈസ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നതും. എല്ലാവരും തരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവരും ഇങ്ങനെ പൈസ തരുമ്പോൾ. അതിൻ്റെ മുന്നേ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടിയത് ആ ടൈമിലാണ്. +2 പഠിക്കുന്ന സമയത്താണ് ഈ പെരുന്നാൾ പൈസ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു വാങ്ങുന്നുണ്ട് പെരുന്നാൾ പൈസയൊക്കെ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇയർ മുതൽ ഞാനും ആ ഫ്ലോയിൽ പെരുന്നാളാകുമ്പോഴത്തേക്ക് എല്ലാവരോടും ചോദിച്ചു വാങ്ങുന്ന ഒരു രീതിയിലെത്തി. അവിടുന്ന് മുതലാണ് പിന്നെ ഞാൻ കുറച്ച് കാലം നാട്ടിൽ തന്നെയാണ് പെരുന്നാളിനുണ്ടായത്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ പെരുന്നാൾ പൈസ ഇട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈദ് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും നല്ല ഡിഫറെൻ്റ് ആണ് അല്ലേ? മാരേജിൻ്റെ മുന്നേ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊന്നും ഉണ്ടാവില്ല. ഈദെന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് അപ്പ്, പെരുന്നാൾ പൈസ വാങ്ങുക, കസിൻസിൻ്റെ കൂടെ ഉള്ള ഫണ്ണ്, അതൊക്കെ തന്നെയാണ്. ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യണം, കിഡ്സിൻ്റെ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് എന്താ ആക്കാമെന്ന് ആലോചിക്കണം, ലഞ്ച് എന്താ ആക്കാമെന്ന് ആലോചിക്കണം. അങ്ങനെ കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളിലേക്ക് വരും. ഇത്രയൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിലും ഡീപ്പ് ഡൗൺ നമ്മളിപ്പോഴും പഴയ ആ ഒരു ഇത് തന്നെയാണ് അല്ലേ? നമുക്കിപ്പോഴും ഡ്രസ്സപ്പ് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, ഇതിന് മുന്നേ എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ചെയ്യണം. അൽഹംദുലില്ലാ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറ്റുന്നുണ്ട്. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പി മൂഡായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉറങ്ങിയാൽ പിന്നെ വേറെ ഒരു പണിയൊന്നും എടുക്കില്ല. ഈവനിങ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി കസിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ബ്രദർ ഇൻ ലോനെയും കൂട്ടിയിട്ടാണ് തിരിച്ചു വന്നത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അറബിക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഡെസേർട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ മുന്നേ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ കാര്യമായിട്ട് എവിടെയും പോകാത്തതുകൊണ്ട് ഇന്ന് കൽബയിലേക്ക് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
പിന്നെ നേരെ കൽബയിലേക്ക് വിട്ടു. ഭയങ്കര ട്രാഫിക്കായിരുന്നു. കുറേ നേരം നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൽബയിൽ എത്തിയതിൻ്റെ ശേഷം അവിടെയും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. കൽബയിൽ മാത്രമല്ല, പബ്ലിക് ഹോളിഡേയ്സിൻ്റെ ടൈമിൽ ദുബായിൽ എവിടെ പോയാലും സൂപ്പർ ക്രൗഡഡ് ആയിരിക്കും. ഭയങ്കര ട്രാഫിക് ആയിരിക്കും. എല്ലാ പോപ്പുലർ സ്പോട്ടും ഫുൾ ആളായിരിക്കും. നമ്മൾ അതിലൊക്കെ യൂസ്ഡ് ആയെങ്കിലും ഇങ്ങനത്തെ ഡേയ്സിൽ ഒരു ക്വയറ്റ് പ്ലേസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ചാലഞ്ചിങ് ആണ്. അത്രയ്ക്കായിരുന്നു നമ്മളൊരു സിമ്പിൾ ഈദ് സെലിബ്രേഷൻ. ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നുമില്ല, ജസ്റ്റ് സ്മോൾ മൊമെൻറ്റും ചെറിയൊരു ട്രാവലൊക്കെ ഫിൽ ചെയ്തിട്ടുള്ള ഡേ. Hope you all had a wonderful Eid too. See you in the next one.